ഹലോ മക്കളെ, മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സോ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കൺവേർഷനെ പറ്റിയാണ്. ഒരു ഗാൽവനോമീറ്ററിനെ എങ്ങനെയാണ് അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതിനു മുന്നേ നമുക്ക് അറിഞ്ഞിരിക്കണം എന്തിനാണ് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്, എന്തിനാണ് അമ്മീറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യമേ അതിൻ്റെ യൂസിനെ പറ്റി കേൾക്കാം. ഗാൽവനോമീറ്റർ ആക്ച്വലി യൂസ് ചെയ്യുന്നത് to measure small വളരെ ചെറിയ കറണ്ട് ഓർ വോൾട്ടേജ്. വളരെ ചെറിയ കറണ്ടിനെ അല്ലെങ്കിൽ വോൾട്ടേജിനെ റീഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. പക്ഷേ അമ്മീറ്റർ ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ടു മെഷർ ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട്. സോ ലാർജ് കറണ്ടിനെ മെഷർ ചെയ്യാനാണ്. കണ്ടോ, ഇവിടെ സ്മോൾ കറണ്ടിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം, നമുക്ക് ഗാൽവനോമീറ്റർ ഉപയോഗിക്കാം. ലാർജ് കറണ്ടിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കാം, നമുക്ക് അമ്മീറ്റർ യൂസ് ചെയ്യാം. സോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗാൽവനോമീറ്ററെ കൊണ്ട് എന്താണ് വലിയ കറണ്ട് മെഷർ ചെയ്യിക്കാൻ പോവുകയാണ്. സോ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗാൽവനോമീറ്ററിനെ കൊണ്ട് ചെറിയ കറണ്ട് മാത്രമേ മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അതേ ഗാൽവനോമീറ്ററെ കൊണ്ട് വലിയ കറണ്ട് എങ്ങനെയാണ് മെഷർ ചെയ്യിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം നോക്കാം എന്തുകൊണ്ടാണ് ആക്ച്വലി ഗാൽവനോമീറ്ററിന് ചെറിയ കറണ്ട് മാത്രം മെഷർ ചെയ്യാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഗാൽവനോമീറ്ററിന് ചെറിയ കറണ്ട് മാത്രം മെഷർ ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം. മക്കളെ, നിങ്ങൾക്കറിയാം ഗാൽവനോമീറ്ററിൻ്റെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോയിലാണ്. സോ കോയിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സർക്കുലാർ കോയിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞു തന്നെയാണ്, ഒരു സർക്കുലാർ കോയിലുണ്ട്. അതുപോലെയാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഒരു റേഡിയൽ മാഗ്നറ്റ് ഉണ്ട്. ഈ കോയിലിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ റെസിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ വളരെ ചെറിയ കറണ്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അതിലൂടെ കടന്നു പോവുകയുള്ളൂ. ലാർജ് കറണ്ട് ഫ്ലോ ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? അത് കത്തിപ്പോകും. മനസ്സിലായോ? കോയിലിൻ്റെ റെസിസ്റ്റൻസ് വളരെ ചെറിയ റെസിസ്റ്റൻസ് ഉള്ള കോയിലാണ്. സോ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് വളരെ ചെറുതാണ്. അതുകൊണ്ട് ഉയർന്ന കറണ്ട് കടത്തി എന്ത് സംഭവിക്കും? ആ ഉയർന്ന കറണ്ടിനെ താങ്ങാനുള്ള കഴിവ് അത്രയും ഒരു കോയിലിനില്ല. എന്ത് ചെയ്യും? പെട്ടെന്ന് കത്തിപ്പോകും. സോ ഗാൽവനോമീറ്ററിലൂടെ വലിയ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഗാൽവനോമീറ്റർ എന്ത് ചെയ്യും മക്കളെ? കത്തിപ്പോകും. മനസ്സിലായോ? അപ്പം ഇതിങ്ങനെ കത്തിപ്പോകരുത്. ഗാൽവനോമീറ്ററിനെ കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? വലിയ കറണ്ട് മെഷർ ചെയ്യിക്കണം. സോ ഇത് നമ്മുടെ ഗാൽവനോമീറ്റർ ആണ്. ഈ ഗാൽവനോമീറ്ററിലൂടെ എനിക്ക് എന്ത് കടത്തി വിടണം? വലിയ കറണ്ട് ഐ എന്നൊരു കറണ്ട്, ഐ എന്ന വലിയ കറണ്ടാണ്, എനിക്ക് ഈ കറണ്ടിനെ കടത്തി വിടണം. മനസ്സിലായോ? സോ സാധാരണഗതിയിൽ ഞാൻ ഐ എന്ന കറണ്ട് ഡയറക്റ്റായിട്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ ഐ എന്ന കറണ്ട് അപ്പാടെ എന്ത് ചെയ്യും? ഈ കുഞ്ഞൻ റെസിസ്റ്റൻസിലൂടെ ഒഴുകിപ്പോകുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഗാൽവനോമീറ്റർ എന്ത് ചെയ്യും മക്കളെ? കത്തിപ്പോകും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഗാൽവനോമീറ്ററിലൂടെ വലിയ കറണ്ട് ഒരിക്കലും ഡയറക്റ്റായിട്ട് പാസ് ചെയ്യിക്കാൻ കഴിയില്ല. ഓക്കെ ആണോ? സോ ഗാൽവനോമീറ്ററിലൂടെ ഡയറക്റ്റായിട്ട് വലിയ ഐ എന്ന കറണ്ട് പാസ് ചെയ്യിക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മാർഗമാണ്, ഇവിടെയാണെങ്കിൽ ഈ കറണ്ടിനെ നമ്മൾ ബൈപ്പാസ് ചെയ്യും. കണ്ടോ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? കറണ്ടിനെ ബൈപ്പാസ് ചെയ്യും. ഞാനൊരു ചെറിയ റെസിസ്റ്റൻസ്, ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ G ആണ്, അതിനേക്കാളും ഒരു ചിഹ്ന റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? വിട്ടുകൊടുക്കും. സോ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസിനേക്കാളും വളരെ ചെറിയ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും ആരെന്ന് പറയുന്നത്? എസ് എന്ന് പറയുന്നത്. അപ്പോൾ എസിൻ്റെ വാല്യൂ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസിനേക്കാളും ചെറുതാണ്. നമുക്കറിയാം ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് വാല്യൂ വളരെ കുറവാണ്. അതിനേക്കാളും ചെറുതായിരിക്കും ആരെന്ന് പറയുന്നത്? ഈ ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയെങ്കിലും എന്ത് ചെയ്യും? കറണ്ട് ഇങ്ങനെ പുഴ പോലെ ഒഴുകി വരികയാണ്. കറണ്ട് നോക്കുമ്പോൾ റെസിസ്റ്റൻസ് കുറഞ്ഞൊരു പാത്തുണ്ട്. കേട്ടോ, ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസിനേക്കാളും ഒരു കുറഞ്ഞൊരു പാത്തുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? മാക്സിമം കറണ്ട് ഇതിലൂടെ ഒഴുകാൻ നോക്കും. കേട്ടോ, മാക്സിമം കറണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകാൻ നോക്കും. അപ്പോൾ ഗാൽവനോമീറ്ററിൻ്റെ അകത്തൂടെ പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും. സപ്പോസ് നമ്മൾ പറയുകയാണ് ഗാൽവനോമീറ്ററിൻ്റെ അകത്തൂടെ IG എന്ന കറണ്ടാണ് ഒഴുകി പോകുന്നതെങ്കിൽ ഇരിക്കും. സോ IG എന്ന കറണ്ടാണ് ഗാൽവനോമീറ്ററിൻ്റെ അകത്തൂടെ ഒഴുകി പോകുന്നതെങ്കിൽ ഭൂരിഭാഗം കറണ്ട് എന്ത് ചെയ്യും? ബാക്കിയുള്ള ഭൂരിഭാഗം കറണ്ട് എന്ത് ചെയ്യും? അത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അതായത് ഐ നിന്ന് ആര് കുറഞ്ഞു പോയി? IG കുറഞ്ഞു പോയി. മിച്ചമാരുണ്ട്? I മൈനസ് IG ഉണ്ട്. സോ ഐയിൽ നിന്നും IG ഇങ്ങോട്ട് പോകും, I മൈനസ് IG എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകും. സോ
ഏതാണ് വലിയ കറണ്ട്? IG ആണോ I-IG ആണോ? I-IG എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ കറണ്ടാണ്. കണ്ടോ, ഇവിടെ റെസിസ്റ്റൻസ് കുറവാണ്. സോ ഭൂരിഭാഗം കറണ്ട് ഇങ്ങനെ ഒഴുകിപ്പോവും. ഗാലോമീറ്ററിലൂടെ വളരെ ചെറിയ കറണ്ട് മാത്രമേ ഒഴുകിപ്പോവുകയുള്ളൂ. ഇത്രയും മനസ്സിലായോ? ഗാലോമീറ്ററിലൂടെ വളരെ ചെറിയ കറണ്ട് മാത്രമേ ഒഴുകിപ്പോകുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ I എന്ന കറണ്ട് കടത്തി വിട്ടിട്ടും ഗാലോമീറ്റർ കത്തിപ്പോയ മക്കളെ? ഇല്ല. കാരണം എന്താണ്? ഇപ്പോഴും ഗാലോമീറ്ററിലൂടെ ചെറിയ കറണ്ട് മാത്രമേ ഒഴുകിപ്പോകുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഇവിടെയും ആണെങ്കിൽ, സാർ പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഗാലോമീറ്ററിനെ കൊണ്ടാണെങ്കിൽ വലിയ കറണ്ട് ഒഴുക്കി വിടാൻ പോവുകയാണ്. ഗാലോമീറ്ററിലൂടെ ആണെങ്കിൽ വലിയ കറണ്ട് എങ്ങനെ ഒഴുക്കി വിടുന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ ഇവിടെയും ആണെങ്കിൽ സാറ് പറഞ്ഞതനുസരിച്ച് ഗാലോമീറ്ററിലൂടെ ചെറിയ കറണ്ട് മാത്രമേ ഒഴുകിപ്പോയുള്ളൂ. ഞാൻ പറയും ശരി മക്കളെ, ഗാലോമീറ്ററിലൂടെ ചെറിയ കറണ്ട് മാത്രമേ ഒഴുകിപ്പോയുള്ളൂ. ഞാൻ പറയുകയാണ്, സപ്പോസ് ഇവിടെയാണെങ്കിൽ ഞാൻ ഒരു 100 ആംപിയർ ഒഴുക്കി വിട്ടായിരുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണ്. 100 ആംപിയർ ഒഴുക്കി വിട്ടായിരുന്നു. പക്ഷേ ഇതിലൂടെ 1 ആംപിയർ മാത്രമേ ഒഴുകിപ്പോയുള്ളൂ. ബാക്കി 99 ആംപിയറും ഇതിലൂടെയാണ് ഒഴുകിപ്പോയെന്ന് കരുതുക. ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ 100 ആംപിയറിലെ 1 ആംപിയർ ഇതിലൂടെയും കടന്നുപോയി, 99 ആംപിയർ ഇതിലൂടെയും കടന്നുപോയി. ഓക്കെ ആണോ? അപ്പോൾ എനിക്ക് മനസ്സിലായി, 100 ഒഴുക്കി വിട്ടാൽ ഇവിടെ എത്ര കാണിക്കും? 1 ആണ് കാണിക്കുന്നത്. 100 ഒഴുക്കി വിട്ടാൽ ഇവിടെ എത്ര കാണിക്കത്തുള്ളൂ? 1 ആംപിയറേ കാണിക്കത്തുള്ളൂ. അങ്ങനെയെങ്കിൽ എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ അവനാണെങ്കിൽ ഇതിനകത്തൂടെ ഒരു കറണ്ട് കടത്തി വിട്ടു. സോ കറണ്ട് കടത്തി വിട്ടപ്പോഴത്തേക്കും ഗാലോമീറ്റർ കാണിച്ചു 2 ആംപിയർ കാണിച്ചു. ഗാലോമീറ്റർ എത്ര കാണിച്ചു? 2 ആംപിയർ കാണിച്ചു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഞാൻ 100 ഒഴുക്കി വിട്ടപ്പോൾ ഇവിടെ 1 ആംപിയർ കാണിച്ചു. പക്ഷേ ഇവിടെ 2 ആംപിയർ കാണിക്കണമെങ്കിൽ എത്ര ആയിരിക്കും ഒഴുക്കി വിട്ടത്? എനിക്ക് കണക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും. 200 ആംപിയറിന് കണക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയും. സോ ഞാൻ 200 ആംപിയറിന് എന്ത് ചെയ്തു മക്കളെ? മെഷർ ചെയ്ത് കണ്ടുപിടിച്ചു. ആരുടെ സഹായത്തോടു കൂടി? ഗാലോമീറ്ററിൻ്റെ സഹായത്തോടു കൂടി. ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഗാലോമീറ്റർ കൺവേർട്ടഡ് ടു അമ്മീറ്റർ എന്ന് പറയുന്നത്. അല്ല, ഒരിക്കലും ഗാലോമീറ്ററിനെ കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയത്തില്ല. ഈ ഒരു 100 ആംപിയർ അല്ലെങ്കിൽ 200 ആംപിയർ ഡയറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ഗാലോമീറ്ററിലൂടെ ചെറിയ കറണ്ട് മാത്രമേ കടത്തിവിടാൻ കഴിയുള്ളൂ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഗാലോമീറ്ററിൻ്റെ റീഡിങ്ങിലൂടെ നമുക്ക് ആ മെയിൻ കറണ്ടിനെ, വലിയ കറണ്ടിനെ കണ്ടുപിടിക്കാൻ കഴിയും. ഉണ്ടോ? മാത്തമാറ്റിക്കലി കണ്ടുപിടിക്കാൻ കഴിയും. സോ ഇങ്ങനെയാണ് നമ്മൾ ഗാലോമീറ്ററിനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാൻ പോവാണ്, ഗാലോമീറ്ററിനെ എങ്ങനെയാണ് മക്കളെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ പറയും, സർ സിമ്പിളാണ്. ഗാൽവനോമീറ്ററിനെ, ഇതാണ് ഗാലോമീറ്റർ, അതിലൂടെ ഉറപ്പായിട്ട് ഒരു ചെറിയ കറണ്ട് മാത്രമേ പാസ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ പറയുന്ന വലിയ I എന്ന കറണ്ടിനെ ഗാലോമീറ്ററിലൂടെ അകത്തൂടെ കടത്തിവിടാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യും? അതിനെ ബൈപ്പാസ് ചെയ്യും. കറണ്ടിനെ എന്ത് ചെയ്യണം മക്കളെ? ബൈപ്പാസ് ചെയ്യണം. അതായത് കൂടുതൽ കറണ്ട് ആണെങ്കിൽ ഇതിലൂടെ കടന്നു പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ബൈപ്പാസ് ചെയ്യണം, അല്ലേ? ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ് ഷണ്ട് റെസിസ്റ്റൻസ്. നമ്മളതിനെ S എന്ന് പറയും. ഈ എസിൻ്റെ വാല്യൂ എന്താണ്? വളരെ വളരെ ചെറുതാണ്. ആരെ വാല്യൂവിനേക്കാളും? ഗാലോമീറ്റർ റെസിസ്റ്റൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കണം. എങ്കിൽ മാത്രമേ ഉയർന്ന കറണ്ട് ഇതിലൂടെ കടന്നു പോവുകയുള്ളൂ. ഗാലോമീറ്ററിലൂടെ ചെറിയ കറണ്ട് മാത്രമേ കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? ഗാലോമീറ്ററിലൂടെ എന്ത് ചെയ്യണം? ചെറിയ കറണ്ട് മാത്രമേ കടത്തിവിടുകയുള്ളൂ. സോ ഐയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആര് വളരെ ചെറുതായിരിക്കണം? നമ്മളുടെ IG വളരെ ചെറുതായിരിക്കണം. ഐയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ IG വളരെ ചെറുതായിരിക്കണം. അങ്ങനെ ചെറുതാവണം എന്ത് ചെയ്യണം? ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ മിനിമം ആക്കി കൊടുക്കണം. മനസ്സിലായോ? സോ ബാക്കി എത്ര ഉണ്ട് മക്കളെ? ഐയിൽ നിന്നും ആര് പോയി? IG നഷ്ടപ്പെട്ടാൽ നമുക്ക് മനസ്സിലായി I-IG ഉണ്ട്. സോ I-IG ഇങ്ങനെ ഒഴുകി 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 ഇവിടെത്തും. ഈ IG ചേർന്ന് ഇവിടെ നിന്നിട്ട് മാറും I ആയിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകും. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് ഗാലോമീറ്ററിൻ്റെ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഗാലോമീറ്റർ എങ്ങനെയാണ് അമ്മീറ്റർ കൺവേർട്ട് ചെയ്യേണ്ടത്? ഒരു ഷണ്ട് റെസിസ്റ്റൻസ്, ഒരു സ്മോൾ റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം? പാരലായിട്ട് കണക്ട് ചെയ്യണം. ഇത്രയും മനസ്സിലായോ? ശരി. ഇനി നമുക്കറിയാം പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആണ്. അതായത് ഇവൻ ഡ്രോപ്പ് ചെയ്ത വോൾട്ടേജും ഇവിടെ ഡ്രോപ്പ് ചെയ്ത വോൾട്ടേജ് എന്താണ്? സെയിം ആയിരിക്കും. എന്താണ് ഓംസ് ലോ പറഞ്ഞത്? എന്താണ്? I എന്നൊരു കറണ്ട് R എന്നൊരു റെസിസ്റ്റൻസിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഈ R എന്ന റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? V എന്ന വോൾട്ടേജിനെ നഷ്ടപ്പെടുത്തും, ഡ്രോപ്പ് ചെയ്യും. സോ I എന്നൊരു കറണ്ട് R എന്നൊരു റെസിസ്റ്റൻസിൻ്റെ അകത്തൂടെ കടന്നു പോകുമ്പോൾ R എന്ന റെസിസ്റ്റൻസ് എന്ത് ചെയ്യും മക്കളെ? V എന്ന വോൾട്ടേജിനെ, V = I × R ആണ്, I × R എന്ന ഒരു വോൾട്ടേജ് നഷ്ടപ്പെടുത്തും.
അതായത് ഇവിടെ പാരലൽ കണക്ഷൻ എങ്കിൽ ഇവൻ നഷ്ടപ്പെടുത്തിയ വോൾട്ടേജ് ആയ വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് ഗാൽവനോമീറ്ററും അതുപോലെ വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇവർ രണ്ടുപേരും നഷ്ടപ്പെടുത്തിയ വോൾട്ടേജ് സെയിം ആയിരിക്കണം. സോ നമ്മൾ പറയും വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് ഗാൽവനോമീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ്. ശരിയാണോ? സോ വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് ഗാൽവനോമീറ്റർ എത്ര മക്കളെ? ഇതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണ്? I ഇൻറ്റു കടന്നുപോയ കറണ്ട് IG ആണ്. ഇനി അതിൻ്റെ റെസിസ്റ്റൻസ് G ആണ്. ഇവിടുത്തെ എത്രയാണ്? കടന്നുപോയ കറണ്ട് എത്രയാണ്? I മൈനസ് IG ആണ് കടന്നുപോയ കറണ്ട്. അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? S ആണ് അവിടുത്തെ റെസിസ്റ്റൻസ്. സോ നമുക്ക് പറഞ്ഞേ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പായ IGG വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പായ I മൈനസ് IGക്ക് ഇൻറ്റു എസിന് ഈക്വൽ ആണ്. സോ ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പും എന്താ മക്കളെ? സെയിം ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്രാക്കറ്റ് വേണമെങ്കിൽ മാറ്റാം. നമുക്ക് ആക്ച്വലി എസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. സിമ്പിളായിട്ട് എസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് സിമ്പിളായിട്ട് എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എസ് വിച്ച് ഈസ് ഈക്വൽ ടു ഷണ്ട് റെസിസ്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ഇതിലിവിടെ കൊണ്ടുപോവാം IGG ഡിവൈഡ് ബൈ I മൈനസ് IG. നമുക്ക് ആരെ കിട്ടും മക്കളെ? ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. ഇതിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്ന അറിയാമോ? സാധാരണ ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഷണ്ട് റെസിസ്റ്റൻസ്. ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. എന്നിട്ട് പറയും ഗാലോമീറ്ററിലൂടെ ഒഴുകേണ്ട കറണ്ട്, അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ട കറണ്ട് അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അമ്മീറ്ററിൻ്റെ കറണ്ട് അല്ലെങ്കിൽ ഇത്ര കറണ്ടാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. ഇതിൻ്റെ പറയുന്ന പേരാണ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് അമ്മീറ്റർ. സോ അമ്മീറ്ററിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട വാല്യൂ ഉണ്ടോ? അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അളന്ന് കണ്ടുപിടിക്കേണ്ട കറണ്ട്. ഈ IG വിളിക്കുന്ന പേരാണ്. സോ I എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് അമ്മീറ്റർ, അല്ലെങ്കിൽ വി ഹാവ് ടു മെഷർ ദിസ് കറണ്ട്. ഈ കറണ്ടാണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ I എന്താണ്? നമുക്ക് മെഷർ ചെയ്യേണ്ട കറണ്ട്, അല്ലെങ്കിൽ പറയും അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ അമ്മീറ്ററിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മീറ്റർ ഇത്ര കറണ്ടാണ് റീഡ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? സോ അമ്മീറ്റർ റീഡ് ചെയ്യേണ്ട കറണ്ട് അഥവാ നമുക്ക് മെഷർ ചെയ്യേണ്ട കറണ്ട്. ഇനി IG എന്താണ്? IG എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്ററിൻ്റെ ഇപ്പോഴുള്ള ഈ ഗാൽവനോമീറ്ററിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. IG എന്താണ്? IG എന്ന് പറഞ്ഞാൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. ഞാൻ അതിനെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ എന്ന് പറയാൻ പോവാണ്. ഓക്കെ, ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് എന്താണ്? ഗാൽവനോമീറ്ററിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ആണ് IG എന്ന് പറയുന്നത്. സോ Iയും തരും, അതുപോലെ IGയും തരും. മനസ്സിലായോ? പിന്നെ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് തരും. എന്താണ്? ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ്. എന്നിട്ട് ചോദിക്കും ഇനി അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ ഏത് ഷണ്ട് റെസിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എസിൻ്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. മനസ്സിലായോ? സിമ്പിൾ അല്ലേ മക്കളെ? ഇങ്ങനെയാണ് ഗാൽവനോമീറ്ററിനെ നമ്മൾ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സർക്യൂട്ട് മനസ്സിലായിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പും സെയിം ആണ്. അങ്ങനെയെങ്കിൽ IG എന്ന് പറയുന്നത് IGG എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? I മൈനസ് IG ഇൻറ്റു എസിന് ഈക്വൽ ആണ്. അതിൽ നമുക്ക് എസ് കണ്ടുപിടിക്കാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി ഇതിൻ്റെ ഓരോ ടേംസ് മനസ്സിലാക്കുക. IG എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാൽവനോമീറ്ററിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ ഗാൽവനോമീറ്ററിലൂടെ കടന്നുപോയ കറണ്ട്. ഇനി I എന്താണ്? നമുക്ക് മെഷർ ചെയ്യേണ്ട കറണ്ട്, അല്ലെങ്കിൽ അമ്മീറ്ററിൻ്റെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ. G എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ്. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ ഇവിടെ ഇട്ട് കൊടുക്കേണ്ട ഷണ്ട് റെസിസ്റ്റൻസ്. മനസ്സിലായോ? സോ ഇതിൽ നമുക്ക് സിമ്പിൾ ന്യൂമറിക്കൽ നമുക്ക് NCERT കാണാൻ കഴിയും. അതുപോലെ NCERT അൺലോക്കിലാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ന്യൂമറിക്കൽസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും എങ്ങനെയാണ് ആക്ച്വലി എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടതെന്നും നമ്മൾ NCERT അൺലോക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എൻ്റയർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.